ചെയർമാന്റെ പാലായിലെ മത്സരം സംബന്ധിച്ച് മന്ത്രിയുടെ കഴിഞ്ഞ ദിവസത്തെ പ്രസ്താവന പറഞ്ഞ കാര്യത്തെ കുറിച്ച് എന്തോ മിനിസ്റ്റർ റോഷി അഗസ്റ്റിൻ പറഞ്ഞല്ലോ ചെയർമാൻ പാലായി തന്നെ ഉണ്ടാവുന്നത് അതിൽ ഒരു വ്യക്തതയ്ക്ക് വേണ്ടിയാണ്. വ്യക്തത വേണമെന്നുള്ളതാണ്. പക്ഷെ ഒന്ന് ഇതുമായി ബന്ധപ്പെട്ട് ഇതൊരു LDFന്റെ വികസന മുന്നേറ്റ യാത്രയാണ്. ഏതെങ്കിലും നമ്മളൊരു പാർട്ടിയുടെ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതല്ല. പിന്നെ അദ്ദേഹം എപ്പോഴും ഒരു KSC വളർന്നു വന്നയാളാണ്. ആ ചോരത്തിളപ്പ് എപ്പോഴും ഉണ്ട്. അതുകൊണ്ട് അദ്ദേഹം സ്നേഹം കൂടുമ്പോൾ അതൊക്കെ പറയും. പിന്നെ അദ്ദേഹം മത്സരിക്കണ്ടെന്ന് പറഞ്ഞില്ലല്ലോ. അല്ല, ഇത് ഞാൻ പറഞ്ഞല്ലോ, അത് ഞാനാണേലും ഇപ്പൊ ഉള്ള MLA-മാരാണെങ്കിലും ഇനി മറ്റ് പ്രദേശങ്ങളിലുള്ള സ്ഥാനാർത്ഥിയാകുന്ന പാർട്ടി ആലോചിച്ച് തീരുമാനിക്കും. എന്ത് ഡയലോഗ്? മാണിസഖാവിന്റെ പ്രവർത്തനങ്ങളല്ല. പാലാ നിയമസഭാ മണ്ഡലത്തിൽ പണ്ട് കാലത്ത് ഉണ്ടായിരുന്ന വികസന പ്രവർത്തനങ്ങളിൽ കഴിഞ്ഞ 5 വർഷക്കാലം വളരെയധികം പുറകോട്ട് പോയി. അത് നിങ്ങളെടുത്ത് പരിശോധിച്ചാൽ മതി. അത് ഞാൻ ചൂണ്ടിക്കാണിച്ചെന്നേ ഉള്ളൂ. ഞാനിപ്പോൾ അത് മാണിസഖാവൻ MLA ആണെങ്കിലും വേറെ ആരാണെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ ചൂണ്ടിക്കാണിക്കും. അത്രയേ ഉള്ളൂ. ഉത്തരവാദിത്തപ്പെട്ടതായതുകൊണ്ട് ഞാൻ ചൂണ്ടിക്കാണിച്ചു. അല്ലല്ലേ ആരെയും ആക്ഷേപിക്കാൻ വേണ്ടിയിട്ടല്ല. താങ്കൾ UDF-ലേക്ക് പോകാൻ വേണ്ടി കോൺഗ്രസ് നേതാക്കളെ കണ്ടു എന്നാണ് മാണിസഖാവൻ പറയുന്നത്. അത് താങ്കൾ നിഷേധിക്കുകയാണെങ്കിൽ താങ്കൾ പറയുന്ന കാര്യം അതിന് ചെയ്യാൻ തയ്യാറാണെന്ന് പറയുന്നത്. ഒന്ന് UDF-ന്റെ കൺവീനർ തന്നെ പറഞ്ഞല്ലോ അതിന് ഉത്തരം. പിന്നെ ഞാൻ പണ്ട് കാലത്ത് തിളച്ച വെളിച്ചെണ്ണയ്ക്ക് അല്ലെങ്കിൽ എണ്ണയ്ക്കകത്തോട് കൈയിട്ടിട്ട് സത്യം ചെയ്യും. അതിനപ്പുറത്ത് ചെയ്യാനും ഞാൻ തയ്യാറാണ്. LDF-ന്റെ ജാഥയുടെ ക്യാപ്റ്റനാണ് ശ്രീ ജോസ് കെ മാണി. പ്രസക്തി തന്നെ കോൺഗ്രസ് കല്യാണത്തിന് മരിച്ചെടുത്തും കാണുമല്ലോ, കാണാതിരിക്കാൻ പറ്റുമോ? അതല്ല പറഞ്ഞത്. അന്നേരം തന്നെ കൺവീനർ തന്നെ പറഞ്ഞു. പിന്നെ ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, അവിടുത്തെ വികസന കാര്യങ്ങളെ പറ്റിയാണ് ഞാൻ സംസാരിച്ചത്. അപ്പോൾ അതിനൊരു ഉത്തരം മുട്ടിയപ്പോൾ അതിന്റെ വിഷയം മാറ്റി കൊടുക്കാൻ വേണ്ടി ഇതിങ്ങനെ സ്ഥിരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് നിങ്ങൾ തന്നെ ഒരു 2-3 ആഴ്ച 2 മാസം മുമ്പ് ചോദിച്ച ചോദ്യമാണ്. അതാണ് ഇപ്പം പറയുന്നത്. ജയിക്കുന്ന ഉറപ്പില്ലാന്നാണല്ലോ ഇവിടെ നാളെ ക്ഷണിക്കാൻ നിൽക്കുന്നത്. പ്രവേശനത്തിന്റെ കാര്യം എടുത്ത് അത്തരം കാര്യങ്ങളൊന്നും ചർച്ച ചെയ്യുന്നില്ല. അങ്ങനെ പ്രൊഫഷണൽ LDF തുടച്ചു നിൽക്കും എന്ന് പറഞ്ഞത് റോഷിയാണ്. കഴിഞ്ഞ ദിവസം ചെയർമാന്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതും റോഷിയാണ്. അപ്പൊ റോഷിക്കാണോ ചെയർമാനെ നിങ്ങൾ ഒരു വാചോടെ എഴുതിയോ മൈക്ക് തട്ടിപ്പറിച്ചെന്ന് എഴുതിയത്? അത് ഞാൻ പറഞ്ഞില്ലേ, അത് പറഞ്ഞില്ലേ. അത് നിങ്ങളെ വ്യാഖ്യാനങ്ങൾ പലതും ഉണ്ടാക്കിക്കോ. അതുകൊണ്ടൊന്നും ഞങ്ങൾ എപ്പോഴും ഒരു സൗഹൃദ ഈ പറയുന്ന ഒരു സഹോദര ബന്ധമാണ്. 1. 2 പുള്ളി ഒരു ഞാൻ പറഞ്ഞ KSC വളർന്നു വന്നതുകൊണ്ട് ഞാൻ ചോരത്തിളപ്പൊക്കെ ഉണ്ട്. അത് പലപ്പോഴും വികാരപരമായിട്ടൊക്കെ സംസാരിച്ചെന്നിരിക്കും. അത്ര നടന്നത്. അതുകൊണ്ട് ആ രീതിയിൽ എന്നെ കണ്ടാൽ മതി. കഴിഞ്ഞ ദിവസം PC തോമസ് പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങൾ LDF-ലേക്ക് ഞങ്ങളെ ക്ഷണിക്കേണ്ട കാര്യമില്ല. ആര് പറഞ്ഞു? നമ്മളെ ഇവിടെ ഈ പ്രാദേശികമായി LDF-ന്റെ വല്ല കാര്യമുണ്ടോ ചോദിക്കുന്നത്? നിങ്ങൾ കേരള കോൺഗ്രസിന് ഇത്രയും വലുതാക്കുന്നത് എന്തിനാ? എനിക്കതിന് അങ്ങനെ തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് കേരള കോൺഗ്രസ് തറവാട് എന്ന് പറയുന്നത് KM മാണിയാണ് എന്നുള്ളത്. തോമസ് പറയുന്നത് PJ ജോസഫാണ്. അത് പ്രവർത്തകർക്ക് നന്നായിട്ട് അറിയാം എന്നുള്ള രീതിയിലാണ്. ഒരു വെല്ലുവിളിയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ടോ? അതായത് പ്രവേശനം നിഷേധിക്കുന്നതിനപ്പുറം അങ്ങനെ തങ്ങളെ ആരും പഠിപ്പിക്കണ്ട എന്നുള്ള നിലപാടിലേക്കാണ് പോകുന്നത്. ഞാനാരും പഠിപ്പിക്കാൻ പോയില്ല. ഞാൻ എൻ്റെ കാര്യം പറഞ്ഞത് തറവാട്ടിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞു ബ്രാക്കറ്റ് ഇല്ലാത്ത കേരള കോൺഗ്രസ് ആണെന്ന് പറഞ്ഞു. അല്ലേ? അങ്ങനെയല്ലേ പറഞ്ഞത്? അങ്ങനെ ബ്രാക്കറ്റ് ഇല്ലാത്ത കേരള കോൺഗ്രസ് ആണെന്ന് അതാണ് തറവാടെന്നുണ്ടെങ്കിൽ ഇലക്ഷൻ പെറ്റീഷൻ വന്നപ്പോൾ എന്തിനാ അവരെ മത്സരിക്കാൻ അവിടെ വന്ന ഇലക്ഷൻ കമ്മീഷന് മുമ്പിൽ വന്നത്? ഇത് തന്നെ മേടിച്ചെടുക്കാൻ വേണ്ടിയിട്ടല്ലേ. അപ്പോൾ ഇതാണ് തറവാട്. അത് കിട്ടാതെ വന്നപ്പോഴല്ലേ പോയി വേറെ ഒരെണ്ണം മേടിച്ചുകൊണ്ട് വന്നത്. അതിവിടെ എവിടെയോ ഉണ്ടായിരുന്നു. ആ സാധനങ്ങൾ മേടിച്ചു. കടവന്തറയിൽ കുമാരനാശാ നഗറിലുള്ള ഒരാളുടെ അടുത്തുണ്ടായിരുന്നു. അത് മേടിച്ചു. അതാ ഞാൻ ചോദിച്ചത്. ഇത് തറവാടല്ലായിരുന്നെങ്കിൽ ഈ തർക്കം വന്നപ്പോൾ എന്തിന് ഇലക്ഷൻ കമ്മീഷന് മുമ്പിൽ വന്നു? അതിനു വേണ്ടി അവിടെ ഈ അഭിഭാഷകരെ വെച്ചിട്ട് ഇത്രമാത്രം ആർഗ്യുമെന്റ് നടത്തി ലക്ഷങ്ങൾ മുടക്കി എന്തിനു വന്നു? ആഗ്രഹം ഉണ്ടായിട്ടല്ലേ. 2 വേണം. കേരള കോൺഗ്രസ് ബ്രാക്കറ്റ് ഉള്ളതാണെന്ന് അന്നേരെ അവർക്ക് മനസ്സിലായായിരുന്നല്ലോ. എന്തിനാ അത് വിട്ടത്?